നൈസ് വ്യൂ അല്ലേ? വാവ്. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ജമ്മുവിലേക്ക് പോവാണ്, അമൃത്സറിന്ന്. എൻ്റെ ബസ് ഇവിടെ വന്നിട്ടുണ്ട്. വ്ളോഗ് വേണം. ഭവാനി ഈ ബസ്സിലാണ് ഞാൻ ജമ്മുവിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഗായ്സ് ഇതാണ് ഞാൻ പോകുന്ന ബസ്. ഇവിടെ മുകളിൽ നോക്കിയാൽ ഒരു ചെറിയൊരു ഫാന് കാണാം. ഇതുപോലെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാഗ് ഞാൻ ഇതിൻ്റെ അടിയിലാണ് വെച്ചത്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് പോകാൻ പറ്റിയൊരു ബസ്സാണ്. ഫൈനലി നമ്മളിപ്പോൾ ജമ്മുവിൽ എത്തിയിട്ടുണ്ട്. ബാഗ് ഇങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബസ്സിലാണ് ഞാൻ വന്നത്. ട്രാവൽ വിത്ത് ഭവാനി. നെറ്റ്വർക്ക് ഒട്ടും ഇല്ല. ഞാനിപ്പോൾ കുറച്ച് ദൂരമായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. മുന്നോട്ട് കാടാണ്. ഇന്നെന്തായാലും ജമ്മുവിൽ തന്നെ സ്റ്റേ ചെയ്യാൻ സാധ്യത. നാട്ടിൽ സിം ഇവിടെ വർക്ക് ചെയ്യത്തില്ല. പോസ്റ്റ് പെയ്ഡ് വർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇല്ല, പോസ്റ്റ് പെയ്ഡ് വർക്ക് ചെയ്യായിരിക്കും. എന്തായാലും ഇവിടുത്തെ സിം എടുത്താലോ നാട്ടിലൊക്കെ വർക്ക് ചെയ്യും. ഞാൻ എന്തായാലും ഇവിടുന്ന് ഒരു സിം എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടുന്ന് ഒരു എയർടെലിലെ സിം മേടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് 9 കിലോമീറ്ററാണ് എൻ്റെ കൗച്ച് സർഫിംഗ് ഹോസ്റ്റലിൻ്റെ അടുത്തേക്കുള്ളത്. ഗായ്സ് ഫൈനലി ഞാനിങ്ങനെ എത്തിയിട്ടുണ്ട് ഇവിടെ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇവിടെയാണ് ഇന്നലെ ഞാൻ കിടന്നത്. എനിവേ SP സിംഗ് ആണ് എൻ്റെ ഹോസ്റ്റ്. ഞാൻ എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടാണ് ഉള്ളത്. കണ്ടോ, നിങ്ങൾക്ക് പുറത്തുള്ള കാഴ്ച കാണിച്ചു തരാം. കണ്ടോ, ഇത് എൻ്റെ ടെൻ്റാണ്. രാത്രി ഞാൻ ഈ ടെൻ്റ് അടിച്ച് കാണിച്ചു കൊടുത്തതാണ്. ടെൻ്റ് എങ്ങനെയാണ് ഉണ്ടാവുക. ട്രാവൽ ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്. ഇതുപോലെ ബാക്ക് പാക്കിങ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരു ടെൻറ്റ് വാങ്ങാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ടെൻറ്റൊക്കെ ഞാനൊന്ന് അടിച്ച് കാണിച്ചു കൊടുത്തതാണിത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിനി ഇവിടുന്ന് ബയ്യയുടെ കൂടെ അങ്ങ് പോവുകയാണ്. ഇനി എന്നെ റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് ജമ്മു മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പാർക്കിലാണുള്ളത്. ബാഹു എന്ന് പറഞ്ഞൊരു പാർക്ക്. ഇവിടത്തേക്ക് ടിക്കറ്റൊക്കെ ഉണ്ട്. 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇവിടെ പല ഭാഗങ്ങളിൽ നമുക്ക് ഷൂട്ടിംഗ് ഒന്നും അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല പല ഭാഗങ്ങളിലും. കാരണം ഇവിടെ ആർമി ക്യാമ്പ് അതൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്കൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പാർക്കിൻ്റെ ഈ ഒരു അറ്റത്തേക്ക് വന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. കണ്ടോ, നമുക്കൊരു റിവർ വ്യൂ ആണ് ഉള്ളത്. പക്ഷേ റിവറൊക്കെ ഫുള്ള് കലങ്ങിയിട്ടാണുള്ളത്. അതാണ് ഈ ഒരു ഗാർഡൻ. നല്ല വലിയൊരു ഗാർഡനാണ്. നമുക്കിവിടെ നല്ല ഫൗണ്ടൈനൊക്കെ കാണാം. ഉണ്ടോ, മുകളിലോട്ടേക്കുള്ള ഒരുപാട് പോകാറുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ചിലവാക്കാം. അല്ലാതെ ഇതുപോലെ സോളോ ആയിട്ട് എന്നെ പോലെ വന്നിട്ട് വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ ബോറടിക്കണ്ട. പ്രത്യേകിച്ചൊന്നും ഇല്ല. നമുക്ക് വെറുതെ ഇവിടെ നിന്ന് ചില്ല് ചെയ്യാം, അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഹാങ് ഔട്ടൊക്കെ ചെയ്യാനെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ജമ്മു തന്നെയാണ് ഉള്ളത്. എന്തായാലും ഞാനിപ്പോൾ ശ്രീനഗറിലേക്ക് പോവാണ്. ഇവിടുന്ന് ഇച്ചയ്ക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ മുന്നിൽ കാണാൻ പറ്റുന്നതാണ് NH44 കന്യാകുമാരി ടു ശ്രീനഗർ ഹൈവേ. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഹിച്ച് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഹൈവേ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. യെസ്, നമുക്ക് ഇവിടെ തന്നെ ഹിച്ച് ചെയ്ത് തുടങ്ങാം. നോക്കാം ഏതെങ്കിലും വണ്ടി നിർത്തുമെന്ന്. സാധ്യത വളരെ കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് അവിടെ നിന്ന് ഇവിടം വരെ ഒരു ലിഫ്റ്റ് കിട്ടി. ജമ്മുവിലെ ഒരു ഇൻസ്പെക്ടറാണ് എന്നെ ഇവിടെ ഇറക്കി തന്നത്. ഇൻസ്പെക്ടർ പറയുന്നത് വെച്ചാൽ ഇവിടെ ഒട്ടും സേഫ് അല്ല, നീ എന്തായാലും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, നമുക്ക് ട്രൈ ചെയ്യാം ലിഫ്റ്റ് കിട്ടുമെന്ന്. ഞാനിപ്പോൾ എനിക്ക് അടുത്തൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ ബൈയുടെ കൂടെയാണ് പോകുന്നത്. ഉവൈസ് മാലിക് ബയ്യാണ് എനിക്ക് ലിഫ്റ്റ് തന്നത്. കുറച്ച് ദൂരം എനിക്ക് ടൗൺ വരെ പോകാൻ പറ്റും. ആ ഒരു ബയ്യ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ, 1 കിലോമീറ്റർ. എന്തായാലും നമുക്ക് നോക്കാം അതിന് അടുത്തത് വണ്ടി കിട്ടുമെന്ന്. നല്ല വെയിലാണിപ്പോൾ. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു വണ്ടി ആക്സിഡൻ്റ് ആയത് കാണാം. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആരും ലിഫ്റ്റ് തരുന്നില്ല. എല്ലാവരും റോഡിലൂടെ നടന്നു വരുന്നവരൊക്കെ ചോദിക്കുന്നു ബാഗിൽ എന്താ വെച്ചതെന്ന്. ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും നിർത്തുന്നില്ല. അങ്ങനെ ഒരുപാട് സമയത്തെ പരിശ്രമത്തിന് ശേഷം നമുക്കിതുവരെ ഒരു ലിഫ്റ്റും കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ തവി ബ്രിഡ്ജിൻ്റെ മുന്നിലാണുള്ളത്. കൊള്ളാം അല്ലേ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി നമുക്ക് മൊത്തം മലകളാണ്, പഹാഡ്. കണ്ടോ, നൈസല്ലേ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. കൊള്ളാം അല്ലേ? നൈസ്. ഫൈനലി ഞാനിപ്പോൾ ഉദയ്പൂരിലെത്തി. ഇനി ഇവിടുന്ന് ഒരു 45 കിലോമീറ്റർ ആണുള്ളത് പട്നി ടോപ്പിലേക്ക്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഞാനിപ്പോൾ ഒരു ബസ്സിലാണുള്ളത്. ജമ്മുവിലെ പോലീസുകാരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. എന്നെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് എനിക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ തന്നു. അതിനുശേഷം എന്നെ ഇവിടെ ബസ്സിൽ കയറ്റി വിട്ടിട്ടാണുള്ളത്. പട്നി ടോപ്പ് വരെ എന്തായാലും ഈ ബസ്സിലാണ് പോകുന്നത്. സൂപ്പർ ഫ്രണ്ട്ലിയാണ് കേട്ടോ പോലീസുകാരൊക്കെ. ഇതാണപ്പോൾ ജമ്മുവിലെ ലോക്കൽ ബസ്. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ബസ്സിൽ ഹിച്ച് ചെയ്യുന്നത്. ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കാണാൻ കിടിലല്ലേ? വേറെ ലെവൽ വ്യൂ ആണ്. ഇവിടുന്ന് ഈ പട്നി ടോപ്പിലേക്ക് ഒരു 20 കിലോമീറ്റർ ആണുള്ളത്. നൈസ് വ്യൂ അല്ലേ?
വാവ്, അതിലൂടെയാണ് നമ്മളിപ്പോൾ വന്നത്. ഇവിടുന്ന് ചെറിയ റോഡാണ്. ഈ ഒരു ചെറിയ റോഡ് നേരെ പോയാൽ 20 കിലോമീറ്റർ കൂടി പോയാൽ നമ്മൾ പട്നി ടോപ്പിലെത്തും. നമുക്ക് നോക്കാം ഇവിടുന്ന് ഇനി നിശ്ചയിക്കാൻ പറ്റുമെന്ന്. ഞാൻ ചിലപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ശ്രീനഗർ പോകാൻ പറ്റുമെന്ന് നോക്കാം. ചെറിയ റോഡായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വണ്ടി ഇങ്ങോട്ടൊക്കെ വരുള്ളൂ. പട്നി ടോപ്പ് കൊള്ളാം. ഒരുപാട് പേര് അങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ആരും വണ്ടി നിർത്തുന്നില്ല. വേറെ ലെവലിൽ വ്യൂ അല്ലേ, ചുറ്റും മലകളായിട്ട്. എന്ത് രസമാണ് കാണാൻ. ഇവിടെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുരങ്ങന്മാരെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ ഒന്നും അങ്ങനെ ക്യാമ്പ് ചെയ്യാൻ പറ്റത്തില്ല. നല്ലൊരു ക്യാമ്പിങ് സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു ചെടിയൊക്കെ കാണുന്നില്ലേ നിങ്ങൾ? ഇതൊക്കെ അനാറിൻ്റെ ചെടിയാണ് കണ്ടോ. അതിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ടുണ്ടായിട്ടുണ്ട്. പട്നി ടോപ്പ് ഇനി ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ പോകാണ്ട്. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് ഹോട്ടൽസ് കാണാൻ പറ്റും കണ്ടോ. വേറൊരു രസമാണ് ഇവിടെ കാണാൻ. ഇനി മുകളിലോട്ട് പോകുന്നതനുസരിച്ച് തണുപ്പ് കൂടി വരും. ഇപ്പോൾ ചെറുതായിട്ട് തണുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും എവിടെ സ്റ്റേ ചെയ്യും എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ തപ്പി നടക്കുകയാണ്. നോക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഈ ഏരിയ ഒക്കെ ജമ്മു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഏരിയയാണ്. അതാണ് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ ഫോഗാണ്. അവിടെ കണ്ടോ എൻ്റെ മോനെ, നല്ല തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട്. കൊള്ളാം, വേറെ വൈബാണ്. ഇത് സമയം ഏകദേശം 6 മണി ആവാറായി. നല്ല രീതിയിൽ കോട നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഫുള്ള് കോടയാണ്. ബ്യൂട്ടിഫുൾ അല്ലേ. ഞാൻ ഈ ഫൈനലി പട്നി ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മെയിൻ ടൗണ്. അപ്പോൾ ഈ ബൈയുടെ കൂടെ ഞാൻ ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഏരിയ. നല്ല രീതിയിൽ ഫോഗൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാമ്പിങ് അത്ര സേഫ് അല്ല. അതുകൊണ്ട് തന്നെ റൂം എടുക്കാമെന്ന് വിചാരിക്കുന്നത്. 500 രൂപയ്ക്ക് റൂം ഉണ്ടെന്നാണ് ബ്രോ പറഞ്ഞത്. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ. होटल ग्रीनलैंड हाँ सबसे पहला होटल है पत्नीटॉप में. ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. 500 രൂപയാണ് പേ ചെയ്തത്. ഇവിടെ നോക്കുന്നതാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് തരുവാണ്. കൊള്ളാതെ നല്ലൊരു സ്ഥലമാണ്. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. യെസ്, നമുക്ക് അവിടെ ഇങ്ങനെ ചെറിയ ബാൽക്കണി ഉണ്ട്. ഇങ്ങോട്ടാണ് എൻ്റെ റൂം വരുന്നത്. റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. നല്ലൊരു ബെഡുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും എൻ്റെ ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് പട്നി ടോപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യല്ലേ. മുകളിൽ നിന്ന് താഴോട്ടേക്ക് നമുക്ക് വണ്ടിയിൽ വരാൻ പറ്റും. പക്ഷെ ഇവിടുന്ന് മുകളിലോട്ടേക്ക് നമ്മൾ നടന്നു കയറണം. ടൗൺ ഏരിയയിലേക്ക് പോകണമെങ്കിൽ കുറച്ചധികം നടക്കാനുണ്ട്. എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. റൂം ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല കണ്ടോ, ഡോറ് ജാമാണ്. പുറത്തുനിന്നൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടുന്ന് റൊട്ടിയും അതുപോലെ രാജ്മക്കും പറഞ്ഞിട്ടുണ്ട്. റൂം ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം വളരെ മോശമാണ്. കാരണം ഡോർ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഡോറ് ജാമാണ്. അതുപോലെ ബാത്റൂമാണ് വളരെ വൃത്തികേടായിട്ടുള്ളത്. അപ്പോൾ ഗായ്സ് ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ ഗായ്സ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സീ ഗായ്സ്, ബൈ ബൈ.